ഈ കഥ പവൻ എന്നു പേരുള്ള ഒരു ദരിദ്രനായ കർഷകന്റേതാണ്. തന്റെ കൃഷിയിടത്തിൽ അയാൾ മത്തങ്ങയാണ് കൃഷി ചെയ്തിരുന്നത്. വിളവെടുക്കുമ്പോൾ കച്ചവടക്കാരൻ വന്ന് അത് വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു. പവൻ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു മത്തങ്ങയ്ക്ക് 10 രൂപയെ എനിക്ക് തരാൻ പറ്റൂ. പക്ഷെ ചേട്ടാ, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കുറവാണല്ലോ. നോക്കൂ, ഇത്രേ എനിക്കിപ്പോ തരാൻ പറ്റൂ. ഈയിടെയായി മത്തങ്ങ വിറ്റ് പോകുന്നുമില്ല. നീ ആലോചിച്ചു നോക്ക്, മത്തങ്ങയെല്ലാം വിറ്റ് പോയില്ലെങ്കിൽ എന്റെ നഷ്ടം ആര് സഹിക്കും? ഞാൻ നിന്റെ എല്ലാ മത്തങ്ങയും വാങ്ങിക്കുന്നില്ലേ? ആലോചിക്ക്. പവൻ കുറച്ചു സമയം ആലോചിച്ചു. എന്നിട്ട് അയാൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും തലയാട്ടി സമ്മതിച്ചു. അതിനുശേഷം പവൻ തന്റെ മുഴുവൻ വിളവും കച്ചവടക്കാരന് വിറ്റു. പകരമായിട്ട് അവന് 4000 രൂപയാണ് കിട്ടിയത്. പവൻ പണവുമായി വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് ആ പണം ഭാര്യയായ ശാന്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇപ്രാവശ്യം 4000മോ? ഇത്രയും കുറച്ച് പൈസ കൊണ്ട് നമ്മൾ എങ്ങനെ 3 മാസം കഴിച്ചു കൂട്ടും? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് കച്ചവടക്കാരൻ തരുന്നത് ഞാൻ നിനക്ക് കൊണ്ടു തരുന്നു. എന്നാ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും കൃഷി ചെയ്തൂടെ? ഓ, എത്ര പ്രാവശ്യം നമ്മൾ ശ്രമിച്ചു നോക്കിയതാ. ഈ മത്തങ്ങ അല്ലാതെ മറ്റൊന്നും അവിടെ വിളയുന്നില്ലല്ലോ. നിനക്കറിയാവുന്നതല്ലേ കാര്യങ്ങൾ. നിങ്ങളും നിങ്ങളുടെ ഒരു മത്തങ്ങയും. ഈ ഒരു ദാരിദ്ര്യത്തിൽ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ വീട്ടിൽ നല്ല സുഖമായിട്ട് ജീവിച്ചിരുന്നതാ. ഞങ്ങൾക്ക് ഒരുപാട് കൃഷിയും ഉണ്ടായിരുന്നു. കൃഷിയിൽ നിന്ന് നല്ല വരുമാനവും കിട്ടിയിരുന്നു. ഞങ്ങളുടെ വീട്ടിലൊന്നും ഭക്ഷണത്തിന് ഒരു മുട്ടും ഉണ്ടായിരുന്നില്ല. ഇവിടെയാണെങ്കിലോ ചെറിയൊരു സാധനം വാങ്ങുന്നതിന് പോലും ഒരുപാട് ആലോചിക്കേണ്ടി വരുന്നു. പിച്ചക്കാരിയെ പോലെയായി എന്റെ അവസ്ഥ. ഇതിലും നല്ലത് ഞാൻ എന്റെ മോളെയും കൊണ്ട് എന്റെ വീട്ടിലേക്ക് തന്നെ പോകുന്നതാ. നോക്ക് ശാന്തി, നീ പോണെങ്കിൽ പൊക്കോ. പക്ഷെ എന്റെ മോളെ ഞാൻ വിടില്ല. ആദ്യമേ പറഞ്ഞേക്കാം കേട്ടോ. ഈ പണം എന്തായാലും ഒന്ന് തീരട്ടെ, അപ്പൊ കാണാം നമുക്ക്. ശാന്തി പണത്തിന്റെ കുറവിന്റെ കാര്യം പറഞ്ഞ് എപ്പോഴും വഴക്കുണ്ടാക്കുമായിരുന്നു. പവനെ ഈ കാര്യം പറഞ്ഞ് നന്നായി ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. ഇക്കാര്യം കൊണ്ട് തന്നെ പവൻ എപ്പോഴും വിഷമത്തിലുമായിരുന്നു. അവൻ കൃഷിയിടത്തിൽ ദിവസം മുഴുവനും കഠിനാധ്വാനം ചെയ്തു പോന്നു. അവൻ അവന്റെ ഭാര്യയുടെ കുറ്റപ്പെടുത്തൽ സഹിക്കേണ്ടി വന്നു. വന്നല്ലോ. ഭക്ഷണം എടുത്തു നോക്കി ശാന്തി. ഓ, പറയുന്ന കേട്ടാ തോന്നും ഞാൻ ഇവിടെ സദ്യ ഉണ്ടാക്കി കാത്തിരിക്കാന്ന്. അവിടെ കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ തനിയെ എടുത്ത് തിന്നോ. എന്തേ, നിന്റെ കയ്യിലെന്താ മൈലാഞ്ചിട്ടിരിക്കാണോ? എടുത്തു തന്നാലത് ഇളകി പോവാനായിട്ട്. തനിയെ എടുത്ത് കഴിച്ചോ. അച്ഛാ, ഞാൻ വിളമ്പി തരാം. സ്വര അവളുടെ അച്ഛനെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. അച്ഛന് വേണ്ട എല്ലാ കാര്യങ്ങളും അവൾ ചെയ്തു കൊടുക്കും. അച്ഛനെ ഒത്തിരി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തു. പവനും തന്റെ പുന്നാര മോളോട് വലിയ സ്നേഹമായിരുന്നു. ശാന്തി പവനുമായിട്ട് എപ്പോഴൊക്കെ വഴക്കിടുന്നുണ്ടോ അപ്പോഴെല്ലാം സ്വര വന്ന് അച്ഛന്റെ മടിയിൽ കയറിയിരിക്കും. 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ആ 4000 രൂപ തീർന്നു. വീട്ടിലുണ്ടായിരുന്ന റേഷനറി പോലും തീർന്നുപോയി. ഇങ്ങനൊരു ദരിദ്രവാസിയാണല്ലോ ഞാൻ വിവാഹം കഴിച്ചത്. ശാന്തി അവളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. ഞാൻ എന്റെ വീട്ടിലേക്ക് പോകുക. നിങ്ങളുടെ കയ്യിൽ കാശുണ്ടാകുമ്പോ എന്നെ സ്വരയും വീട്ടിൽ വന്ന് വിളിച്ചാ മതി. ആഹാ, നിനക്ക് പോണെങ്കിൽ പൊക്കോ. പക്ഷേ സ്വര എന്റെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞിട്ടുള്ളതാ. എന്തിനാ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കാനോ? ശാന്തി ദേഷ്യത്തിൽ സ്വരയുടെ കൈ പിടിച്ച് വലിക്കാൻ തുടങ്ങി. പക്ഷേ സ്വര അച്ഛന്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. ഞാൻ എങ്ങും പോവില്ല. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ തന്നെ ഇരിക്കും. എനിക്ക് എങ്ങും പോവണ്ട. ഹാ, ശരി, എല്ലാം നിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. നീ വിശന്ന് കരയുമ്പോ ഞാൻ നിന്നെ വന്ന് കൊണ്ടുപോക്കോളാം. ശാന്തി സ്വരയെ അവിടെ വിട്ടിട്ട് അവളുടെ വീട്ടിലേക്ക് പോയി. സ്വര കരയാൻ തുടങ്ങി. പവൻ അവളെ എടുത്ത് ആശ്വസിപ്പിച്ചു. എന്നിട്ട് മാറോട് ചേർത്തു. വീട്ടിലുണ്ടായിരുന്നത് വെച്ചുകൊണ്ട് അവൻ ഒരു കിച്ചടി ഉണ്ടാക്കി. എന്നിട്ട് അവർ രണ്ടാളും കൂടി കഴിച്ചു. അച്ഛാ, നമ്മുടെ കയ്യിൽ ഇനി ഒരിക്കലും പണം ഉണ്ടാവില്ലേ? വരും മോനെ, വരും. തീർച്ചയായും വരും. നമ്മുടെ കൃഷിഭൂമിയില് മത്തങ്ങയ്ക്ക് പകരം മത്തങ്ങ ഐസ്ക്രീം ഉണ്ടാവുകയാണെങ്കിൽ ആ ഐസ്ക്രീം എല്ലാം വിറ്റിട്ട് നമ്മൾ വലിയ പണക്കാരായി മാറും മോനെ. സത്യായിട്ടും? ആ, സത്യം. പക്ഷെ അതുവരെ നമ്മുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞു കൂടണം മോനെ. എന്നാ വാ, വേഗം ഭക്ഷണം കഴിച്ചു തീർക്കാം. അന്ന് രാത്രിയിൽ മത്തങ്ങ ഐസ്ക്രീമിന്റെ കൃഷി എങ്ങനെ ചെയ്യുമെന്ന് ആലോചിച്ച് സ്വര കിടന്നുറങ്ങിപ്പോയി. അപ്പോഴവളുടെ സ്വപ്നത്തിൽ ഒരു ദേവി വന്നു. നിങ്ങൾ ആരാ? ഞാനൊരു ദേവിയാണ്. ഞാൻ നിനക്കൊരു വരദാനം നൽകുവാനായി വന്നിരിക്കുന്നു. നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചോളൂ. എനിക്കൊരു മത്തങ്ങ ഐസ്ക്രീമിന്റെ കൃഷി ചെയ്യണം. അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ട് ഞങ്ങൾക്ക് പണക്കാരാവണം. തഥാസ്തു.
പക്ഷേ അതത്ര എളുപ്പമായിരിക്കില്ല കുഞ്ഞെ. നിനക്ക് മത്തങ്ങ ഐസ്ക്രീം കൃഷി ചെയ്തെടുക്കുന്നതിന് ആദ്യം വിത്ത് വിതയ്ക്കേണ്ടി വരും. ഈ വിത്ത് നിനക്ക് മാന്ത്രിക വനത്തിൽ മാത്രമേ കിട്ടൂ. മാന്ത്രിക വനമോ? അതെവിടെയാ? വനത്തിന്റെ ഒത്ത നടുവിലാണ്. അവിടെയുള്ള എല്ലാ മൃഗങ്ങളും സംസാരിക്കുന്നവരാ. നീ അവരുടെ അടുത്തേക്ക് ചെല്ലണം. എന്നിട്ട് അവരോട് മത്തങ്ങ ഐസ്ക്രീമിന്റെ മാന്ത്രിക വിത്ത് ചോദിക്കുകയാണ് വേണ്ടത്. ആഹാ, ഇത്രേ ഉള്ളൂ? എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാം. പക്ഷെ സൂക്ഷിക്കണം, കാട്ടുമൃഗങ്ങൾ അപകടകാരികളാണ്. സ്വര ഉറക്കത്തിൽ നിന്നും ഉടനെ തന്നെ ഉണർന്നു. അച്ഛൻ ഉണരും മുൻപ് തന്നെ ഞാൻ പോയിട്ട് മാന്ത്രിക വിത്ത് കൊണ്ടുവരാം. അവൾ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി കാട്ടിലേക്കുള്ള വഴിയിലൂടെ ഇരുട്ടിൽ നടക്കാൻ തുടങ്ങി. വഴിയിലിടയ്ക്കിടയ്ക്ക് നായ്ക്കൾ കുരയ്ക്കുന്നതും ചെന്നായ്ക്കൾ ഓരിയിടുന്നതും കേട്ട് അവൾ ഭയന്നു. വളരെയധികം പേടിച്ചു വിറച്ചാണ് അവൾ നടന്നത്. ഒരു വിധത്തിൽ കാടിന് നടുവിലെത്തി. ഇവിടെ മാന്ത്രിക വനം എവിടെയായിരിക്കും? ദേവി എന്നോട് പറഞ്ഞത് കാടിന്റെ ഒത്ത നടുക്കാന്നല്ലേ? പെട്ടെന്ന് ഒരു സിംഹത്തിന്റെ അലർച്ച കേട്ടു. അത് കേട്ട് അവൾ ആകെ വിറയ്ക്കാൻ തുടങ്ങി. അവളുടെ മുന്നിലേക്ക് ആ സിംഹം ചാടി വീണു. അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ! പെട്ടെന്ന് സിംഹം അവിടെ തന്നെ നോക്കി നിന്നു. ഞാൻ നിന്നെ കൊല്ലുകയൊന്നുമില്ല. നീ ഇവിടെ എന്തിനാ വന്നത്? ആ സംസാരിക്കുന്ന സിംഹം, ഞാൻ മാന്ത്രിക വനത്തിനുള്ളിൽ എത്തിക്കഴിഞ്ഞു. ശരി ശരി, പക്ഷേ നീ എന്തിനാ ഇവിടെ വന്നത്? ഞാനൊരു മാന്ത്രിക വിത്ത് തേടി വന്നതാ. മത്തങ്ങ ഐസ്ക്രീമിനുള്ളത്. എന്നെ ദേവി മാതയാ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഓ, നീ ദേവി മാതാവിന്റെ ആഗ്രഹപ്രകാരം വന്നതാണല്ലേ? മാന്ത്രിക വിത്തും തേടിയല്ലേ? എന്റെ കൂടെ വന്നോളൂ, എന്റെ പുറത്ത് കയറിക്കോ. സ്വര പേടിച്ചു പോയിരുന്നു. എന്നിട്ടും അവൾ ആ മാന്ത്രിക സിംഹത്തിന്റെ പുറത്ത് കയറിയിരുന്നു. ആ സിംഹം വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. അങ്ങനെ അവർ മാന്ത്രിക ഗുഹയിലെത്തി. അവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു. അവർ മന്ത്രവിദ്യയാൽ എന്തോ ഉണ്ടാക്കുകയായിരുന്നു. കുരങ്ങൻ ഒരു ഭംഗിയുള്ള കിഴി സ്വരയ്ക്ക് കൊടുത്തു. അതിൽ സ്വർണ്ണ മാന്ത്രിക വിത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഈ വിത്ത് കൊണ്ടുപോയി നീ കൃഷിയിടത്തിൽ നട്ടോളൂ. ശരി, ഇനി എനിക്ക് എങ്ങനെ തിരിച്ചു പോകാൻ പറ്റും? എനിക്ക് വീട്ടിലേക്കുള്ള വഴി ഓർമ്മയില്ല. അതിനെന്താ, ഞാൻ നിന്നെ സഹായിക്കാലോ. കുരങ്ങൻ സ്വരയെ കണ്ണാടിയുടെ മുന്നിലേക്ക് കൊണ്ടുപോയി. ഈ കണ്ണാടിയിൽ നീ നിന്റെ വീടിനെ പറ്റി ആലോചിക്ക്. അതിൽ നീ നിന്റെ വീട് കാണുമ്പോ അതിനകത്തേക്ക് അങ്ങ് കേറി പൊക്കോ. അങ്ങനെ നീ നിന്റെ വീട്ടിലേക്ക് നേരെ എത്തിച്ചേരും. സ്വര കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അവളുടെ വീടിനെ പറ്റി ആലോചിച്ചു. അപ്പോ ആ കണ്ണാടിയിൽ അവളുടെ വീട് കാണാൻ അവൾക്ക് കഴിഞ്ഞു. തിടുക്കത്തിൽ അവൾ ആ കണ്ണാടിക്ക് അടുത്തേക്ക് നടന്നു. കണ്ണാടി അവളെ ഉള്ളിലേക്ക് വലിച്ചെടുത്തു. അച്ഛൻ അവളെ അന്വേഷിക്കുകയായിരുന്നു. അവൾ അച്ഛന്റെ അടുത്തേക്ക് ചെന്നിട്ട് കയ്യിലുണ്ടായിരുന്ന കിഴി അച്ഛന് കൊടുത്ത് നടന്നതെല്ലാം പറഞ്ഞു. പക്ഷെ മോനെ, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ? എന്തായാലും ദേവിമാതാവ് തന്നതല്ലേ, അപ്പൊ ഉറപ്പായിട്ടും നടക്കും. വരൂ, ഈ വിത്ത് നമുക്ക് നട്ടു നോക്കാം, അല്ലേ? പവനും സ്വരയും ചേർന്ന് ആ വിത്തുകൾ കുഴിച്ചിട്ടു. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴേക്കും മാന്ത്രിക വിത്തുകൾ മുളച്ച് ഇലകളായി വന്നു. ആ ഇലകളെല്ലാം തന്നെ പെട്ടെന്ന് ചെടികളായി. ഓരോ ചെടിയിലും ഐസ്ക്രീമുകൾ തൂങ്ങിയാടാൻ തുടങ്ങി. എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കൂടി കഴിയുന്നില്ലല്ലോ മോളെ. പവനും സ്വരയും അമ്പരന്ന് നിൽക്കുകയാണ്. പവൻ ആ ഐസ്ക്രീമിന്റെ വിൽപ്പന തുടങ്ങി. ആ മാന്ത്രിക ഐസ്ക്രീം കഴിക്കുമ്പോഴൊക്കെ ആളുകളുടെ രോഗങ്ങളും മാറാൻ തുടങ്ങി. അതോടെ ആളുകൾ ക്യൂ നിന്ന് ഐസ്ക്രീം വാങ്ങാൻ തുടങ്ങി. അങ്ങനെ പവന്റെ കുടുംബം ധനികരായി. അപ്പോഴേക്കും ശാന്തിയും വീട്ടിലേക്ക് മടങ്ങിയെത്തി. സ്വര അങ്ങനെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കി.